പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം. ഈ കള്ളന്മാരെല്ലാം പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. എന്നാൽ അവരെല്ലാം സർക്കാരിൻ്റെ ചെലവിലുമാണ് കഴിയുന്നത് എന്നുള്ളത് ഒരു വിചിത്രമായ സംഭവം. ഇത് ഇന്ത്യയിലും കേരളത്തിലും മാത്രം നടക്കുന്ന ഒരു പ്രത്യേകത. ഈ പോലീസ് സംരക്ഷണത്തിൽ കഴിയുന്ന കള്ളന്മാർക്കെല്ലാം നല്ല വരുമാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. പ്രത്യേകിച്ച് ജയിലിൽ ജീവപര്യന്തം തടവിനൊക്കെ ശിക്ഷിച്ച് കഴിയുന്നവർക്ക് അവരുടെ യോഗ്യതയനുസരിച്ച് പ്രതിദിനം 620 രൂപ വരെ കൂലി ലഭിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കള്ളന്മാരുടെ അവസ്ഥ മാറിയിട്ടുണ്ട്. വലിയ കള്ളന്മാർക്ക് വലിയ സ്റ്റാറ്റസും വീടും കാറും ബംഗ്ലാവും കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം, ഇവിടെ കഴിവുള്ളവൻ അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ ആണ് കാര്യക്കാരൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സാധാരണക്കാരായ സഹായത്തിന് വേണ്ടി സർക്കാരിൻ്റെ സഹായം വേണ്ടി ആവശ്യമുള്ള സാധാരണക്കാരായ ആൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥിര വരുമാനം നൽകുന്ന ഒരു സർക്കാർ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സംഘം. ഈ കള്ളന്മാർക്കിടയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണമെങ്കിൽ നിങ്ങളുടെ വോട്ടവകാശം അത് വ്യക്തമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ട് ഞാൻ മുൻകൈയെടുക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. ഈ പുതിയ സർക്കാരിലൂടെ നിങ്ങൾക്ക് പ്രതിമാസം 1,00,000 രൂപ ഉറപ്പായ വരുമാനം ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ തന്നെ സൗജന്യ ചികിത്സയും മറ്റെല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പാക്കുന്ന, കേരളത്തിലെ ഓരോരുത്തർക്കും ഉറപ്പാക്കുന്ന ഒരു സർക്കാരായിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, നടപ്പിലാക്കാൻ പറ്റാവുന്നത് കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 340 രൂപയോളമാണ് കൂലിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ജയിലിൽ കിടക്കുന്നവർക്ക് 620 രൂപ കൂലിയാക്കാനായിട്ട് സർക്കാർ ഒരു തീരുമാനമെടുക്കും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു സർക്കാർ ഇവിടെ രൂപീകരിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തരേണ്ടത് നിങ്ങളുടെ വിലയേറിയ വോട്ട്. ഞാൻ ചേർത്തലയിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. ഞാൻ ചേർത്തലയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എങ്ങനെ രൂപീകരിക്കാമെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും മറ്റ് MLA-മാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് ജനങ്ങളായ നിങ്ങളാണ് അതിനെ മുൻകൈ എടുക്കേണ്ടത്. ഏതായാലും ഇലക്ഷന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാൻഡേറ്റ് അത് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങളത് വിനിയോഗിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായൊരു സർക്കാർ, നിങ്ങൾക്ക് ക്ഷേമം നൽകുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിമൻ കെ മാത്യു. എല്ലാവർക്കും നന്ദി.